എറണാകുളം, വയനാട് ജില്ലകളിൽ ഇന്ന് നടന്ന LDC ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി പാർട്ടിൽ വന്ന 10 ചോദ്യങ്ങളും അവയുടെ ഡീറ്റെയിൽഡ് ആൻസേഴ്സും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 3.5 മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ചു. 3.5 മീറ്റർ നീളമുള്ള ഒരു കമ്പി ഉണ്ട്. 3.5 മീറ്റർ നീളമുള്ള ഒരു കമ്പി. ആ കമ്പി എന്താണ്? രണ്ടായി മുറിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. രണ്ടായി മുറിച്ചിട്ട് എന്തുണ്ടാക്കി? രണ്ടായി മുറിച്ചു. 3.5 മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ചു. ഒരു കഷ്ണം വളച്ചിട്ട് ഒരു സമചതുരം ഉണ്ടാക്കി. അതായത് ഫസ്റ്റത്തെ കഷ്ണം വളച്ചിട്ട് എന്താണ് ഉണ്ടാക്കിയത്? സമചതുരം. ഫസ്റ്റത്തെ കഷ്ണം വളച്ചിട്ട് സമചതുരം. അടുത്ത കഷ്ണം വളച്ചിട്ട് സമഭുജ ത്രികോണം. സമഭുജ ത്രികോണം ഉണ്ടാക്കി അല്ലെ. സമഭുജ ത്രികോണം. ആദ്യത്തേത് സമചതുരം ഉണ്ടാക്കി, രണ്ടാമത്തത് സമഭുജ ത്രികോണം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? സമചതുരത്തിന്റെയും സമഭുജ ത്രികോണത്തിന്റെയും വശങ്ങൾക്ക് ഒരേ നീളമാണ്. അതായത് ഇതിന്റെ വശം സമചതുരത്തിന്റെ വശം A യൂണിറ്റ് ആണ് അല്ലെ. എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പൊ എല്ലാം A യൂണിറ്റ് ആണ്. അതുപോലെ സമഭുജ ത്രികോണത്തിന്റെ വശം എത്ര തന്നെയാണ്? A. രണ്ടും സെയിം ലെങ്ത് സെയിം ആന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. വശങ്ങൾക്കെല്ലാം ഒരേ നീളമാണ്. എങ്കിൽ വശത്തിന്റെ നീളം ഈ A എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര സെന്റിമീറ്റർ? ഓപ്ഷൻ സെന്റിമീറ്ററിലാട്ടോ. അതുകൊണ്ട് A എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. A എന്ന് പറയുന്നത്, അതായത് സമചതുരത്തിന്റെ ചുറ്റളവ് എത്രയായിരിക്കും? ചുറ്റളവ് എന്ന് പറയുന്നത് ആദ്യത്തെ കഷ്ണത്തിന്റെ നീളമായിരിക്കും അല്ലെ. സമചതുരത്തിന്റെ ചുറ്റളവ്. സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കഷ്ണത്തിന്റെ നീളമായിരിക്കും. അപ്പൊ രണ്ട് കഷ്ണം കൂടി കൂട്ടിയാൽ എത്രയാ കിട്ടുക? 3.5 മീറ്റർ ആണ്. 3.5 മീറ്റർ. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഓപ്ഷനിലെല്ലാം സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ 3.5 നമുക്ക് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. 3.5 മീറ്ററിന് സെന്റിമീറ്ററിൽ. ഒരു മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ 3.5 മീറ്ററിന് സെന്റിമീറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് 1 മീറ്റർ 100 സെന്റിമീറ്റർ. അപ്പൊ ഇത് 3 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 300 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. പിന്നെ അര എന്ന് പറയുന്നത് പകുതിയാണ്. പകുതി എന്ന് പറയുമ്പോൾ 50 അല്ലെ. 100ന്റെ പകുതി, അതായത് 350 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ 3.5 മീറ്റർ എന്ന് പറയുന്നത് 350 സെന്റിമീറ്റർ. 350 സെന്റിമീറ്റർ. അതായത് രണ്ട് കഷ്ണം കൂടി കൂട്ടിയാൽ 350 സെന്റിമീറ്റർ. അപ്പൊ രണ്ട് കഷ്ണത്തിന്റെ നീളം നമുക്ക് എങ്ങനെ എഴുതാം? സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ 4a. സമഭുജ ത്രികോണത്തിൻ്റെത് 3a. 4a പ്ലസ് 3a അതായത് 7a. 7a എന്ന് പറയുന്നത് എന്താണ്? 7a എന്ന് പറയുന്നത് ആ വില്ല കമ്പിന്റെ നീളമായിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് 7a എന്തായിട്ട് എടുക്കാം? 7a 350 ആയിട്ട് എടുക്കാം അല്ലെ. 7a എന്ന് പറയുന്നത് 350 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ a എന്ന് പറയുന്നത് 350/7. 350/7 എത്ര വരും? സിംപ്ലിഫൈ ചെയ്യുക. 7 5 35 ആണ്. അതായത് A എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആയിരിക്കും. A എന്ന് പറയുന്നത്, അതായത് ഒരു വശത്തിന്റെ നീളം 50 സെന്റിമീറ്റർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 50 സെന്റിമീറ്റർ. വളരെ സിമ്പിൾ അല്ലേ. നമുക്കിത് ഒരു 3 മിനിറ്റോളം പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കിത് ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും അല്ലെ. വിത്തിൻ സെക്കൻഡ് കൊണ്ട് ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പൊ സമചതുരം സമഭുജ ത്രികോണത്തിന്റെ അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ആ കമ്പിന്റെ ആകെ നീളമായിരിക്കും. അപ്പൊ ചുറ്റളവ് 7a ആണ്. 7a എന്ന് പറയുന്നത് 350 ആണ്. അതിൽ A എന്ന് പറയുന്നത് 350/7. 350/7 എന്നത് 50 സെന്റിമീറ്റർ ആണ്. 50 സെന്റിമീറ്റർ. അപ്പോ സമചതുരത്തിന്റെയും സമഭുജ ത്രികോണത്തിന്റെയും വശത്തിന്റെയും നീളം എത്രയാണ്? 50 സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധി ജയന്തിക്ക് 30% വിലക്കിഴിവ് അനുവദിച്ചപ്പോൾ ഒരാൾ 3500 രൂപ കൊടുത്ത് ഖാദി വസ്ത്രങ്ങൾ വാങ്ങി. എത്ര രൂപ വിലയുള്ള വസ്ത്രങ്ങളാണ് അയാൾക്ക് കിട്ടിയത്? അതായത് വിലക്കിഴിവ് 30% വിലക്കിഴിവ് അനുവദിച്ചു അല്ലെ. അതായത് ആ വസ്ത്രത്തിന്റെ യഥാർത്ഥ വില എത്രയായിട്ട് എടുക്കാം? 100% എടുക്കാം. ആ 100%ത്തിന്റെ 30% വിലക്കിഴിവ്. 30% വിലക്കിഴിവ് എന്ന് പറയുമ്പോൾ ആ വസ്ത്രങ്ങൾക്ക് എത്ര ശതമാനം വില നൽകേണ്ടി വരും? 70% അല്ലെ. 30% വിലക്കിഴിവ്, അതായത് ആ വസ്ത്രത്തിന് എത്രയാണോ വില അതിൽ നിന്ന് 30% കുറച്ചിട്ടാണ് നമുക്ക് ലഭിച്ചത് അല്ലെ. അതായത് ആ വസ്ത്രത്തിന്റെ 70% വില മാത്രം നൽകിയാൽ മതി. 100%ത്തിന്റെ 70% വില നൽകിയാൽ മതി. 70% എത്രയാണ് തന്നിട്ടുണ്ട്? 30% വിലക്കിഴിവ് അനുവദിച്ചപ്പോൾ, അതായത് 70% എന്നത്
3500 ആണെന്ന് തന്നിട്ടുണ്ട്. 3500. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 100% കണ്ടുപിടിക്കേണ്ടത് അല്ലെ? 100% കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ അതിന്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് 3500 ഗുണിക്കണം 100/70. 0 ക്യാൻസൽ. ഇത് എത്ര വരും? 7 5 35 അല്ലെ? 500 × 10 എത്ര വരും? 5000. 5000 രൂപയാണ് ആ വസ്ത്രത്തിന്റെ യഥാർത്ഥ വില. യഥാർത്ഥ വില എത്രയാണ്? 5000 രൂപ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 5000 രൂപ. ഒന്നുമില്ല, ഡയറക്റ്റ് സിംപ്ലിഫൈ ചെയ്യുക. 30% വിലക്കിഴിവ് എന്ന് പറയുമ്പോൾ അതായത് ഒരു വസ്തുവിന്റെ 70% മാത്രം വില നൽകിയാൽ മതി. 70% എന്നത് 3500 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 100% എന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. നമുക്ക് പല മെത്തേഡും അപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇല്ലെങ്കിൽ 70%നെ 10% ആക്കാം. 10% ആക്കുക. അതുകൊണ്ട് ലെഫ്റ്റിലും റൈറ്റിലും 7 കൊണ്ട് ഗുണിച്ചാൽ മതി. എന്നിട്ട് ആ 10%നെ 100% ആക്കി ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ മെത്തേഡ് ഫോളോ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അച്ചുവിന്റെ വീടിന്റെ ചുമര് തേയ്ക്കുന്നതിന് സിമന്റും മണലും 1:5 എന്ന അംശബന്ധത്തിലാണ് ഉപയോഗിച്ചത്. സിമന്റ് മണൽ എത്ര അംശബന്ധത്തിലാണ്? 1:5 എന്ന അംശബന്ധത്തിലാണ് ഉപയോഗിച്ചത്. ഇതിനായി 45 ചാക്ക് സിമന്റ് വാങ്ങി. 45 ചാക്ക് എന്താണ്? 45 ചാക്ക് സിമന്റ് അല്ലെ? 45 ചാക്ക് സിമന്റ് വാങ്ങി. എന്നാൽ മണൽ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മണൽ എത്ര ചാക്ക് വാങ്ങിയെന്ന് കണ്ടുപിടിക്കുക. ഇത് SCRT ടെക്സ്റ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആട്ടോ. SCRT ടെക്സ്റ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ സിമന്റ് നമുക്ക് ഇതിനെ എന്തായിട്ട് എടുക്കാം? ഈ റേഷ്യോ അംശബന്ധത്തിനെ മാറ്റിയിട്ട് സിമന്റ് എത്രയാണെന്ന് എടുക്കാം? സിമന്റ് 1x ആയിട്ട് എടുക്കാം. 1x. സിമന്റ് 1x അത്രയും എമൗണ്ട് ഉണ്ട്. അതുപോലെ മണൽ എന്തായിട്ട് എടുക്കാം? 5x ആയിട്ട് എടുക്കാം അല്ലെ? 5x. സിമന്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? 45 ചാക്ക്. അതായത് 1x എന്ന് പറയുന്നത് 45 ആണ്. അതായത് 1x എന്ന് പറയുന്നത് x തന്നെയാണ് അല്ലെ? x 45. ഒരു പെന്നിന് പകരം നമ്മൾ പെന്ന് എന്നല്ലേ പറയുള്ളൂ. അതുപോലെ തന്നെ 1x നമുക്ക് എങ്ങനെ എഴുതാം? x സമം 45. അങ്ങനെയാണെങ്കിൽ മണൽ കണ്ടുപിടിച്ചൂടെ? മണൽ എന്ന് പറയുന്നത് എത്രയാണ്? മണൽ എന്ന് പറയുന്നത് 5x ആണ്. 5x. മണലിന്റെ എമൗണ്ട് 5x ആണ്. 5 × 45. 5 × 45 എത്ര വരും? 225 അല്ലെ? 225. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 225. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. SCRT സെയിം പക്ക കോപ്പി പേസ്റ്റ് അടിച്ച ക്വസ്റ്റ്യൻ ആട്ടോ ഇത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 26 സെന്റിമീറ്റർ ആണ്. കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ ഇത്. ചുറ്റളവ് 26 സെന്റിമീറ്റർ ആണ് അല്ലെ? ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2 × L + B അല്ലെ? 2 × L + B. 2 × L + B എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 26 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? 2 × L + B 26. ഈ ചതുരത്തിന്റെ നീളം 2 മടങ്ങ്. നീളം L ആണല്ലേ? L 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2L ആക്കി. നീളം 2 മടങ്ങും വീതി 3 മടങ്ങ്. വീതി B ആണ്, അത് 3 മടങ്ങ്. 3 മടങ്ങും ആക്കി മറ്റൊരു ചതുരം വരച്ചപ്പോൾ അതിന്റെ ചുറ്റളവ്. അപ്പോൾ നീളം എത്രയായി? 2 മടങ്ങ് 2L, വീതി 3 മടങ്ങ് 3B. അതിന്റെ ചുറ്റളവ്. അതായത് 2 × നീളം ഗുണിക്കണം വീതി അല്ലെ? 2 × നീളം ഗുണിക്കണം വീതി. അതിന്റെ ചുറ്റളവ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 62. അപ്പൊ ആദ്യത്തേതിന്റെ നീളം L-ഉം വീതി B-യും ആയിട്ട് എടുത്തു. അതിന്റെ ചുറ്റളവ് 26. ഇനി നീളം 2 മടങ്ങ് എന്ന് പറയുമ്പോൾ പുതിയ നീളം എത്രയായി? 2L. വീതി 3 മടങ്ങ്, അതായത് പുതിയ വീതി 3B ആയി. ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2 × നീളം + വീതി. നീളം + വീതിയാണ് ചുറ്റളവ്. 2 ഗുണിക്കണം നീളം + വീതി ചുറ്റളവ്. അതായത് 2 × 2L + 3B = 62. നമുക്ക് ഈ രണ്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യാം അല്ലെ? എത്ര വരും? 31 എന്ന് വരും അല്ലെ? അതായത് 2L + 3B = 31. അതുപോലെ നമുക്ക് ഈ ബ്രാക്കറ്റ് ഫസ്റ്റത്തെ ബ്രാക്കറ്റ് ഒന്ന് മാറ്റിയാൽ എന്ത് വരും? 2L + 2B = 26. ഇനി ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്താൽ L-ന്റെയും B-ന്റെയും വാല്യൂ കിട്ടും കേട്ടോ. ഫസ്റ്റും സെക്കൻഡും കൊടുക്കുക. അപ്പോൾ വലുത് നമുക്ക് ഫസ്റ്റ് എടുത്ത് എഴുതാം അല്ലേ? 2L + 3B = 31. അതുപോലെ 2L + 2B = 26. ഇത് രണ്ടും നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 2L മൈനസ് ചെയ്യുക കേട്ടോ. അതായത് ഇക്വേഷൻ
2 ഉണ്ട്, ഇക്വേഷൻ 1 ഉണ്ട്. 2 മൈനസ് 1 ഒന്ന് ചെയ്ത് നോക്കാം. 2 മൈനസ് 1 2l മൈനസ് 2l 0 അല്ലേ. 3b മൈനസ് 2b b എന്ന് വരും അല്ലേ. b സമം 31 മൈനസ് 26. 31 മൈനസ് 26 എത്രയാ വരിക? 31 മൈനസ് 26 5 വരും അല്ലേ. 5, അതായത് ബി എന്ന് പറയുന്നത് വീതി 5 എന്ന് കിട്ടി അല്ലേ. നമുക്ക് അങ്ങനെയാണെങ്കിൽ നീളാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നീളം ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു l പ്ലസ് 5, l പ്ലസ് 5 സമം 26, അതായത് l പ്ലസ് 5 സമം 13 എന്ന് വരും അല്ലേ. 13 l സമം ആ രണ്ടൊന്ന് സിംപ്ലിഫൈ ചെയ്താ കേട്ടോ. 2ഉം 26 13 എന്ന് വരും അല്ലേ. l പ്ലസ് 5 13, l എന്ന് പറയുന്നത് 13 മൈനസ് 5, 13 മൈനസ് 5 എത്രയാണ്? 8 ആണ് വരിക അല്ലേ. 8, അതായത് നീളം സമം 8. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നീളം 8 സെന്റിമീറ്റർ. നീളം 8 സെന്റിമീറ്റർ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലും ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയാത്തവർക്ക് ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചധികം ടൈം വേണ്ടി വരുന്നേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 840 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിന് 5040 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം? ഇപ്പൊ കിലോമീറ്റർ പെർ മണിക്കൂർ, അതിന്റെ വേഗത തന്നിട്ടുണ്ട് അല്ലെ. 840, ഓരോ മണിക്കൂറിലും എത്ര കിലോമീറ്റർ? 840. അപ്പൊ വേഗത തന്നിട്ടുണ്ട്. വേഗത ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വേഗത 840 കിലോമീറ്റർ പെർ അവർ. വേഗത 840 കിലോമീറ്റർ പെർ അവർ. വിമാനത്തിന് 5040 കിലോമീറ്റർ സഞ്ചരിക്കാൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ദൂരം തന്നിട്ടുണ്ട് അല്ലെ. ദൂരം സമം 5040 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ സമയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സമയത്തിന്റെ ഇക്വേഷൻ എന്താണ്? സമയം എന്ന് പറയുന്നത് ദൂരം ബൈ വേഗത. ദൂരം ബൈ വേഗതയാണ് സമയം. യൂണിറ്റ് സെയിം ആണ് അല്ലെ. കിലോമീറ്റർ പെർ അവർ, ദൂരം കിലോമീറ്റർ. അപ്പൊ യൂണിറ്റ് ഒന്നും ചേഞ്ച് ചെയ്യണ്ട. അപ്പൊ നമുക്ക് ദൂരം 5040 അല്ലെ. 5040 ബൈ വേഗത 840. 00 ക്യാൻസൽ. 504 ബൈ 84 സിംപ്ലിഫൈ ചെയ്താൽ എത്ര കിട്ടും? 6 കിട്ടും കേട്ടോ. 6. അപ്പൊ എത്രയാണ് ആൻസർ? 6 മണിക്കൂർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 6 മണിക്കൂർ. അതായത് 840 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിന് 5040 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം? 6 മണിക്കൂർ വേണം. 6 മണിക്കൂർ കൊണ്ടാണ് അത്രയും ദൂരം വിമാനത്തിന് കവർ ചെയ്യാൻ സാധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രവിക്ക് വീണയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. രവിക്ക് വീണയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിന്റെ 2 മടങ്ങാകും. അടുത്ത വർഷം രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിന്റെ 2 മടങ്ങാകും എങ്കിൽ രവിയുടെ ഇപ്പോഴത്തെ വയസ്സ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് നോക്കുക, 10 വയസ്സ് കൂടുതലാണ്. രവിക്ക് വീണയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? അതായത് അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 10 ആയിരിക്കും. രവിയുടെയും രവിക്ക് 30 വയസ്സാണെങ്കിൽ വീണയ്ക്ക് 20 വയസ്സായിരിക്കും. രവിക്ക് 50 വയസ്സാണെങ്കിൽ വീണയ്ക്ക് 40 വയസ്സായിരിക്കും. അതായത് അവരുടെ വയസ്സുകൾ തമ്മിൽ എപ്പോഴും എത്ര വ്യത്യാസം ഉണ്ടാകും? 10 വയസ്സ്. 10 കൊല്ലം കഴിഞ്ഞാലും 20 കൊല്ലം കഴിഞ്ഞാലും എത്ര കൊല്ലം കഴിഞ്ഞാലും രവിയുടെയും വീണയുടെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 10 ആയിരിക്കും അല്ലെ. 10 ആയിരിക്കും. അതായത് രവിക്ക് വീണയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അതായത് അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 10 ആയിരിക്കും. അടുത്ത വർഷം രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിന്റെ 2 മടങ്ങാകും. അപ്പൊ നമുക്ക് വീണയുടെ വയസ്സ് എന്തായിട്ട് എടുക്കാം? വീണയുടെ വയസ്സ് x ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ രവിയുടെ വയസ്സ് എത്രയായിരിക്കും? 2 മടങ്ങാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 2x. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, രവിയുടെയും വീണയുടെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 10 തന്നിട്ടുണ്ട് അല്ലെ. 10 അടുത്ത വർഷം ആയിക്കോട്ടെ, ഇക്കൊല്ലം ആയിക്കോട്ടെ, 5 കൊല്ലം കഴിഞ്ഞിട്ടായിക്കോട്ടെ, എപ്പോഴും രവിയുടെയും വീണയുടെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 10 ആയിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത വർഷം എത്രയായിരിക്കും വ്യത്യാസം? 10 ആയിരിക്കും അല്ലെ. ഏത് കൊല്ലം എടുത്താലും അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 10 ആയിരിക്കും. അപ്പൊ ഇവിടെ രവിയുടെ വയസ്സ് മൈനസ് വീണയുടെ വയസ്സ് സമം 10 ആയിരിക്കും. 2x മൈനസ് എക്സ് സമം 10. 2x മൈനസ് എക്സ് ആണ്. x സമം 10 എന്ന് കിട്ടി അല്ലെ. x സമം 10. അപ്പൊ രവിയുടെ വയസ്സ് എത്രയാണ്? രവിയുടെ വയസ്സ് 2x എന്ന് എടുത്തിട്ടുണ്ട് അല്ലെ. 2x, അതായത് 2 ഗുണിക്കണം 10 20. രവിയുടെ
അടുത്ത വർഷം രവിയുടെ വയസ്സാണ് 20. പലരും ഓപ്ഷൻ സി എഴുതിയിട്ടുണ്ടാവും. ഓപ്ഷൻ സി എന്താണ്? അടുത്ത വർഷം രവിയുടെ വയസ്സാണ് 20. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇപ്പോഴത്തെ വയസ്സാണ്. ഇപ്പോഴത്തെ വയസ്സ്, ഇപ്പോഴത്തെ രവിയുടെ വയസ്സ് എത്രയായിരിക്കും? രവിയുടെ വയസ്സ് അടുത്ത വർഷമാണ്, അതായത് ഒരു വയസ്സ്, ഒരു കൊല്ലം കൂടി. അതായത് അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാൻ 20 - 1, ഒരു കൊല്ലം പുറകിലേക്ക് പോണ്ടേ? 20 - 1 19. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 19 വയസ്സ്. രവിക്ക് 19 വയസ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 ഏപ്രിൽ മാസത്തിലെ ആദ്യ ദിവസം ബുധനാഴ്ച. ആദ്യ ദിവസം എന്ന് പറയുമ്പോൾ ഏപ്രിൽ 1 ബുധനാഴ്ച ആയാൽ അവസാന ദിവസം ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദ്യം. ഏപ്രിൽ 1 എന്താ തന്നിട്ടുണ്ട്? ഏപ്രിൽ 1 ബുധനാഴ്ചയാണ് തന്നിട്ടുണ്ട് അല്ലെ. ഏപ്രിൽ 1 ബുധനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാന ദിവസം എന്ന് പറയുമ്പോൾ ഏപ്രിൽ 30 ദിവസങ്ങളല്ലേ? ഏപ്രിൽ മാസത്തിൽ 30 ദിവസങ്ങളാണുള്ളത്. ഏപ്രിൽ 30 ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അതായത് ഏപ്രിൽ 1 കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിയണം ഏപ്രിൽ 30 ആവാൻ? വ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി അല്ലെ. 30 - 1 29 ദിവസം കഴിയണം. ഏപ്രിൽ 1 കഴിഞ്ഞ് 29ാമത്തെ ദിവസം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക? ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുക. 29 ഹരിക്കണം 7, 29 ഹരിക്കണം 7, 4 7 28, ശിഷ്ടം 1. അപ്പൊ ഇവിടെ ഓഡ് ഡേ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് അല്ലെ. 1. അപ്പൊ ഏപ്രിൽ 30 എങ്ങനെയാ കണ്ടുപിടിക്കുക? അതായത് ബുധൻ പ്ലസ് 1. ബുധൻ പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഏതാണ് വരിക? വ്യാഴം. ബുധൻ പ്ലസ് 1 വ്യാഴം. അതായത് ഏപ്രിൽ 30 വ്യാഴമായിരിക്കും. അതായത് ഏപ്രിൽ മാസത്തിലെ അവസാന ദിവസം വ്യാഴം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത പദം കണ്ടെത്തുക. BEG JMO RUW അടുത്ത ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഫസ്റ്റത്തെ വേർഡ്സ് മാത്രം നമുക്ക് എഴുതാം. ഫസ്റ്റത്തെ ലെറ്റർ എഴുതാം. ഫസ്റ്റ് B, പിന്നെ അടുത്തത് സെക്കൻഡ് വേർഡിൽ J, പിന്നെ R. ഇപ്പൊ B എന്ന് പറയുന്നത് എത്രാമത്തെ വേർഡാണ്? സെക്കൻഡ്, രണ്ടാമത്തെ അല്ലെ. AB. J എന്ന് പറയുന്നത് 10ാമത്തെ ലെറ്റർ ആണ് അല്ലെ. J 10ാമത്തെ ലെറ്റർ ആണ്. R 18ാമത്തെ ലെറ്റർ അല്ലെ. 18ാമത്തെ ലെറ്റർ. അപ്പൊ എത്രയാണ് ആഡ് ചെയ്ത് വരുന്നത്? 2 + 8 ആണ് 10, 10 + 8 ആണ് 18. അടുത്ത ഏതായിരിക്കും? 18 + 8 26. 26ാമത്തെ ലെറ്റർ ഏതാണ്? 26ാമത്തെ ലെറ്റർ. ആകെ 26 ലെറ്റേഴ്സ് അല്ലേ ഉള്ളത്. 26ാമത്തെ ലെറ്റർ Z ആണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ഡിലീറ്റ് ചെയ്യാം. ഇനി അടുത്ത ലെറ്റർ നോക്കുക. EMU അല്ലെ. E എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്റർ ആണ്? 5ാമത്തെ ലെറ്റർ ആണ് അല്ലെ. M എന്ന് പറയുന്നത് 13ാമത്തെ ലെറ്റർ അല്ലെ. 13ാമത്തെ ലെറ്റർ ആണ്. പിന്നെ അടുത്തത് U എന്ന് പറയുന്നത് 21ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ 5 + 8 13 അല്ലെ. 13 + 8 21. അടുത്ത എത്രയാണ്? 21 + 8 29ാമത്തെ ലെറ്റർ. 29ാമത്തെ ലെറ്റർ ഉണ്ടോ? 26ാമത്തെ ലെറ്റർ ഏതാണ്? 26ാമത്തത് Z ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ 27ാമത്തത് ഏതാണ് വരിക? വീണ്ടും A തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. 28ാമത്തെ ലെറ്റർ B. 29ാമത്തെ ലെറ്റർ ഏതാണ്? C ആണ് വരുന്നത് അല്ലെ. 29ാമത്തത് C. 29ാമത്തെ ലെറ്റർ നമുക്ക് ഏത് കൊടുക്കാം? C എന്ന് കൊടുക്കാം. അപ്പൊ ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ അല്ലെ. ഇനി തേർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വെറുതെ ടൈം കളയണ്ട. ZCE ആണ് അടുത്ത വേർഡ്. അടുത്ത വേർഡ് ഏതാ വരിക? ZCE. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. AXന്റെ സഹോദരിയും XYയുടെ മകളും Y Z-ന്റെ മകളും ആണെങ്കിൽ Aയുടെ ആരാണ് Z? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? A X-ന്റെ സഹോദരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. X-ന്റെ സഹോദരിയാണ് A. A എന്ന് പറയുന്നത് ഒരു വുമൺ ആണ് അല്ലെ. വുമൺ ആണ്. A X-ന്റെ സഹോദരിയും XYയുടെ മകളും XYയുടെ മകള്. അപ്പൊ Xും വുമൺ ആണല്ലേ. XYയുടെ മകളും YZ-ന്റെ മകളും. അപ്പൊ ഇതും വുമൺ ആണല്ലേ. ആണെങ്കിൽ Aയുടെ ആരാണ് Z? Z നമുക്ക് ഇവിടെ എന്താവാം?
ഒന്നിക്കൽ ലേഡി ആവാം അല്ലെങ്കിൽ മെൻ ആവാം അല്ലെ. എന്തായിരിക്കും റിലേഷൻ? എ എക്സിന്റെ സഹോദരിയാണ്. എ എക്സിന്റെ സഹോദരിയാണ്. അതായത് എയും എക്സും സഹോദരിമാരാണ് അല്ലെ, സഹോദരിമാരാണ്. എക്സ് വൈയുടെ മകള്, എക്സ് വൈയുടെ മകളാണ്. എക്സ് വൈയുടെ മകളാണ് എക്സ്. വൈ സെഡിന്റെ മകളും, വൈ സെഡിന്റെ മകളും. അപ്പൊ ഈ എയും എക്സും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒന്നിക്കൽ അമ്മമ്മയാവാം അല്ലെങ്കിൽ അച്ഛനാവാം അല്ലെ. അമ്മമ്മയാകാം, അച്ഛനാകാം. അപ്പൊ ഇവിടെ അച്ഛൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല അല്ലെ. അതായത് അമ്മയുടെ അച്ഛൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. അമ്മയുടെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ ഏതായിരിക്കും? സി ആണ് കറക്റ്റ് ആയിട്ട് വരിക, അമ്മമ്മയായിരിക്കും. എയുടെ ആരാണ് സെഡ്? അമ്മമ്മ. അത് എയും എക്സും സഹോദരന്മാരാണ്. പിന്നെ എന്താണ് പറഞ്ഞത്? വൈ എന്ന് പറയുന്നത് വൈയുടെ മകളാണ് എക്സ്. വൈയുടെ മകളാണ് എക്സ്. അതായത് വൈ എന്ന് പറയുന്നത് ആരുടെ മകളായിരിക്കും? വൈയുടെ മകളായിരിക്കും എ, വൈയുടെ മകളായിരിക്കും എക്സ്. ഇനി വൈയുടെ അമ്മയാണ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. വൈയുടെ അമ്മയാണ് സെഡ്. അതായത് സെഡിന്റെ മകളാണ് വൈ. അതായത് വൈ എന്ന് പറയുന്നത് അമ്മ അല്ലെ. വൈ എന്ന് പറയുന്നത് എയുടെയും എക്സിന്റെയും അമ്മയാണ് വൈ. ഈ വൈയുടെ അമ്മയാണ് സെഡ്. അതുകൊണ്ട് എയും സെഡും തമ്മിലുള്ള റിലേഷൻ ഒന്നിക്കൽ അച്ഛനാകാം അല്ലെങ്കിൽ അമ്മമ്മയാകാം. ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ്, അമ്മമ്മ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്ലോക്കിലെ സമയം 4:10 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾ തമ്മിലുള്ള കോണളവ്. മണിക്കൂർ മിനിറ്റ് സൂചികൾ തമ്മിലുള്ള കോണളവ് കണ്ട ഇക്വേഷൻ എന്താണ്? 30h - 11/2m അല്ലെ. നമ്മൾ പഠിച്ചതാണ് 30h - 11/2m. അപ്പൊ ഇവിടെ 30h അവർ ഹാൻഡ് ആണ് അല്ലെ. എത്രയാണ്? അവർ എന്ന് പറയുന്നത് 4 മണിക്കൂറാണ് അല്ലെ. അതായത് 30 നമുക്കിവിടെ സമയം തന്നിട്ടുണ്ട് 4:10. അപ്പൊ ഇവിടെ എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 ആണ്. അപ്പോൾ 30 × 4 - 11/2 × m മിനിറ്റ് ആണ്. മിനിറ്റ് 10 മിനിറ്റ് ആണ് അല്ലെ, ഇൻറ്റു 10. സിംപ്ലിഫൈ ചെയ്യുക. 30 × 4 120 ആണ്. 120 മൈനസ് 2ഉം 2ഉം 10ഉം സിംപ്ലിഫൈ ചെയ്താൽ 5. 11 × 5 55 എന്ന് വരും. 120 മൈനസ് 55 65 ഡിഗ്രി. 65 ഡിഗ്രി ആയിരിക്കും. അവ തമ്മിലുള്ള കോണളവ് 65 ഡിഗ്രി. 65 ഡിഗ്രി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 65 ഡിഗ്രി. ഇന്ന് ചോദിച്ച 10 ക്വസ്റ്റ്യൻസും വളരെ സിമ്പിൾ ആയിരുന്നു. എല്ലാവർക്കും എത്ര കിട്ടിയെന്ന് കമന്റ് ചെയ്യുക കേട്ടോ.